ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി 2ാമത്തെ യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ പേരാണ് സ്നേഹസുന്ദര പാതയിലൂടെ. ഇതിൽ 3 പാഠഭാഗങ്ങളാണുള്ളത്. ഫാത്തിമ തുരുത്ത്, കാടാരത്, കിണറ്റിൽ വീണ് പൂച്ചയെ എങ്ങനെ കയറ്റാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാത്തിമ തുരുത്ത് എന്ന പാഠഭാഗമാണ്. അതിൻ്റെ മുഴുവൻ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 7ാം ക്ലാസ്സിലെ എ ട്രിപ്പ് ടു ഹോട്ട് സ്പ്രിംഗ് എന്നതിൻ്റെ ഫുൾ ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സോഷ്യൽ സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്റർ എർത്ത് നമ്മുടെ ഭൂമി, മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ഫുൾ ആക്ടിവിറ്റീസ്, പാഠഭാഗ വിശകലനം, ലെസൺ അനാലിസിസ്, ക്വസ്റ്റ്യൻ ആൻസർ, 1 വേർഡ് ക്വസ്റ്റ്യൻസ് അങ്ങനെ തുടങ്ങിയ നോട്ട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും 7ാം ക്ലാസ്സിലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് യൂണിറ്റിലേക്ക് പോകാം. സ്നേഹസുന്ദര പാതയിലൂടെ എന്നതാണ് യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ പ്രവേശക പ്രവർത്തനമായി സുഗതകുമാരി ടീച്ചറുടെ ഒരു കവിതയുടെ 6 വരി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വായിച്ച് നോക്കാം. അതിൻ്റെ ആശയം ഒന്ന് നോക്കാം. കാടും കടലും ആർത്തു കനത്ത് വീഴും മഴ പെയ്ത്തിലൂടെ ആദ്യമായി കിട്ടും ചിറകു വീശി കാറ്റിനോടൊപ്പം സ്വതന്ത്രരായുച്ഛമായി പാട്ടുപാടിക്കൊണ്ടലയുമെങ്കിൽ കാടും കടലും ഈ പാട്ടും ഈ വൻമഴ കാറ്റും ഒന്നാണെന്ന് നാം അറിയും. അപ്പോൾ അതിൻ്റെ ആശയം നമുക്ക് നോക്കാം. കുറിഞ്ഞിപ്പൂക്കൾ, സുഗതകുമാരി ടീച്ചറുടെ കുറിഞ്ഞിപ്പൂക്കൾ എന്ന രചനയിൽ നിന്നുള്ള 6 വരികളാണ്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം നിങ്ങൾ കണ്ടു അല്ലേ? കടലിൻ്റെ തിരമാലകളാണ്. അതേപോലെ ഇവിടെ ഒരു വൃക്ഷമുണ്ട്. നിങ്ങൾ പാഠഭാഗത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കാടും കടലും തമ്മിലുള്ള സാദൃശ്യ ഭംഗി കവിതയിൽ ആവിഷ്കരിച്ചത് എങ്ങനെ എന്ന് ചർച്ച ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒന്ന് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കനത്ത് വീഴുന്ന മഴയിലൂടെ ആദ്യമായിട്ട് ചിറക് വീശി സ്വതന്ത്രമായി കാറ്റിനോടൊപ്പം നടന്നപ്പോൾ എന്താ മനസ്സിലായത്? കാറ്റിനോടൊപ്പം പാട്ടും പാടി അലഞ്ഞപ്പോൾ മനസ്സിലായത് എന്താണ്? കാടും കടലും ഈ പാട്ടും ഈ വൻമഴ കാറ്റും ഒന്നാണെന്ന് നാം അറിയാം. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്ന? കാടും കടലും അതേപോലെ തന്നെ മഴയും ഒക്കെ കാറ്റും ഒക്കെ ഒന്നാണെന്നാണ് നാം മനസ്സിലായത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? കാടും കടലും കാറ്റും എല്ലാം പ്രകൃതിയുടെ ഭാഗങ്ങളാണ്. അവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. മനുഷ്യൻ നിർമ്മിച്ച നാട് കാടിനും കടലിനും ഇടയ്ക്കാണ്. കാടും കടലും മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി എന്താണ്? കാറ്റിനും കടലിനും പല സമാനതകളുണ്ട്. ആർത്ത് പെയ്യുന്ന മഴയിൽ ആദ്യമായി കിട്ടുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ചിറക് വീശി കാറ്റിനോടൊപ്പം അലയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കാടും കടലും കാറ്റും എല്ലാം ഒന്നാണ്. എല്ലാം ഒന്നായിത്തീരുന്ന ഒരു അനുഭൂതി പ്രകൃതി നമ്മെ കാട്ടിത്തരുന്നു. കാറ്റിനെയും കടലിനെയും ചലിപ്പിക്കുന്ന കാറ്റ് പ്രകൃതിയുടെ താളലയമാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ ജീവിക്കുന്ന മനുഷ്യർ മനുഷ്യത്വം എന്ന ബോധത്തിലൂടെ ഒന്നാവുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? പ്രകൃതിയുടെ പല രൂപങ്ങളാണ്. കാറ്റ്, കടൽ, അതേപോലെ മഴ. പക്ഷേ ഇതെല്ലാം എന്താണ്? ഒരേ പ്രകൃതിയുടെ ഒരേ ഭാവങ്ങളാണല്ലേ. അപ്പോൾ മനുഷ്യനെയും അതുമായി ബന്ധിപ്പിക്കുകയാണ് സുഗതകുമാരി ടീച്ചർ. വ്യത്യസ്ത മേഖലകളിൽ ജീവിക്കുന്ന മനുഷ്യർ ഏത് ബോധത്തിലൂടെയാണ് ഒന്നാവുന്നത്? മനുഷ്യത്വം എന്ന ബോധത്തിലൂടെയാണ് ഒന്നാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ കവിത വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അതിനെ നിങ്ങൾ ആവിഷ്കരിച്ച് ചർച്ച ചെയ്ത് എഴുതുക. അതിനൊരു മാതൃക മാത്രമാണ്. ഇനി നമുക്കൊന്ന് നമ്മുടെ പാഠഭാഗം ഒന്ന് വായിച്ച് നോക്കാം. ഫുൾ ആക്ടിവിറ്റീസും ഇതിൽ ഉണ്ട്. ആസ്വാദനക്കുറിപ്പുണ്ട്, നിവേദനമുണ്ട്, പ്രതികരണക്കുറിപ്പ്, ചർച്ചാക്കുറിപ്പ്. ഓരോ 4 വരിയുടെയും അർത്ഥവും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. വെള്ളത്താൽ ചുറ്റപ്പെട്ട ചെറിയ ഭൂപ്രദേശമാണ് തുരുത്ത്. നദികളിലും കായലുകളിലും തുരുത്തുകൾ ഉണ്ട്. അവയിലൊന്നാണ് അഷ്ടമുടി കായലിലെ സുന്ദരമായ ഫാത്തിമ തുരുത്ത്. തുരുത്തിൽ ഒറ്റപ്പെട്ട സാമൂഹിക ജീവിതമാണ് കവി കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയ ഫാത്തിമ തുരുത്ത് എന്ന കവിതയിലൂടെ ചർച്ച ചെയ്യുന്നത്. കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ കവിതയിലൂടെ മനസ്സുകൊണ്ട് നമുക്കും തുരുത്തിലേക്ക് ഒരു യാത്ര പോകാം. പിന്നും ജീവിതം കൈകോർത്ത് സ്നേഹത്തുരുത്തിലേക്ക്. ഫാത്തിമ തുരുത്ത്. ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം. രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം. പൂക്കളോട് പൂക്കളെ തിരക്കണം. രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം. കായലിൻ കിനാവ് കണ്ട് പായുമാ പായൽ മാലയിട്ട കൊപ്ലിമീനിനെ
പൂനിലാവല വിരിച്ചിണക്കുവാൻ ഫാത്തിമത്തുരത്തിലൊന്നു പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വരിയുടെ അർത്ഥം ഒന്ന് നോക്കാം. ഫാത്തിമത്തുരത്തിലൊന്ന് പോകണം എന്നത് കവിയുടെ ഒരു വലിയ മോഹമാണ്. ഇത് ആരാണ് എഴുതിയതെന്നറിയാലോ, കുരീപ്പുഴ ശ്രീകുമാറാണ് എഴുതിയത്. കവി കുരീപ്പുഴ ശ്രീകുമാറിൻ്റെതാണ് ഈ കവിത. അപ്പോൾ ഫാത്തിമത്തുരത്തിലൊന്ന് പോകണം എന്നത് കവിയുടെ വലിയ മോഹമാണ്. ഫാത്തിമത്തുരുത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ എവിടെയാണ്, കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിലാണ് ഫാത്തിമ തുരുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, കരയിൽ നിന്നും കടലിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ചെറിയൊരു ദ്വീപ സമൂഹം പോലെയുള്ള ഒരു സ്ഥലമാണ് തുരുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ കവി എന്താണ് പറയുന്നത്? രാത്രി വഞ്ചിയിൽ അദ്ദേഹത്തിന് രാത്രിയുടെ സൗന്ദര്യം ആസ്വദിക്കണം എന്നാണ് പറയുന്നത്. തുരുത്തിലെ പൂക്കളെ പറ്റി അറിയാൻ മറ്റാരോടും ചോദിക്കേണ്ടതില്ല. ആരോട് ചോദിച്ചാൽ മതി? പൂക്കളോട് മാത്രം അന്വേഷിച്ചാൽ മതി എന്നാണ് കവി പറയുന്നത്. തുരുത്തിൽ രാത്രിയിൽ പാടുന്ന കിളിയോടൊപ്പം പാടാൻ കവി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പൂക്കളോട് പൂക്കളെ തിരിക്കണം, രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം. ഇനി അടുത്ത 4 വരി നോക്കാം. കായലിൻ കിനാവ് കണ്ട് പായൽ മാലയിട്ട കൊപ്ലി മീനിനെ പൂനിലാവല വിരിച്ചിണക്കുവാൻ ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം. അപ്പോൾ കായലിൻ്റെ കിനാവ് കണ്ട് പായൽ മാലയിട്ട കൊപ്ലി മീനിനെ നിലാവിൻ്റെ വല വിരിച്ച് ഇണക്കി വളർത്താൻ അതൊന്ന് കാണുവാൻ ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കാം. കായലിനെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന പായൽ മാലയിട്ട കൊപ്ലി മീനിനെ പൂനിലാവിൻ്റെ വല വിരിച്ച് ഇണക്കിയെടുക്കാൻ കവിക്ക് ആഗ്രഹമുണ്ട്. കൊപ്ലി മീൻ പായലിനിടയിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ടാണ് മീൻ പായൽ കൊണ്ട് മാല ഇട്ടിരിക്കുന്നത് എന്ന് കവി പറയുന്നത്. അടുത്ത 4 വരി നോക്കാം. മുള്ളുവേങ്ങകൾ മഴപ്പെരുമ്പറ മുന്നണി ചെടിക്കു ചൊല്ലിയാടുമ്പോൾ. മുന്നണി ചെടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച ചെടി നമ്മൾ കാണുന്നില്ല, അതാണ്. പട്ടണം പറന്നു കണ്ട പക്ഷിയായി ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. രോഗബാധിതർ കിടന്നലറുമാ കൂരകൾക്ക് കൈവിളക്കു നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. അപ്പോൾ നമുക്ക് ഈ 4 ലൈൻ്റെ അർത്ഥം നോക്കാം. തുരുത്തിലെ മുള്ളുവേങ്ങകൾ മഴയുടെ പെരുമ്പറ എങ്ങനെയെന്ന് കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്ക് അഭിനയിച്ച് കാട്ടിക്കൊടുക്കുമ്പോൾ പട്ടണം കണ്ടു മതിയായ ഒരു പക്ഷിയായി ഫാത്തിമ തുരുത്തിൽ പോകാൻ കവി കൊതിക്കുന്നു. മുള്ളുവേങ്ങകൾ മഴ പെരുമ്പറ മുന്നണ്ടി ചെടിക്ക് ചൊല്ലി ആടുമ്പോൾ, അതായത് മുള്ളുവേങ്ങകൾ കമ്മ്യൂണിസ്റ്റ് പച്ച ചെടിക്ക് എങ്ങനെയാണ് മഴ പെരുമ്പറ എങ്ങനെയാണെന്ന് അഭിനയിച്ച് കാണിക്കുകയാണ്. അപ്പോൾ എന്താണ്, പട്ടണത്തിലാണ് പറന്ന് കണ്ട പക്ഷേ, പട്ടണം പറന്ന് കണ്ട, പട്ടണമൊക്കെ പറന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു മതിയായി. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ഫാത്തിമ തുരുത്തിലൊന്ന് പോകണം എന്ന് പറയാണ്. ആടി ഉലയുന്ന വേങ്ങമരങ്ങളും കമ്മ്യൂണിസ്റ്റ് പച്ചകളും പടർന്നു പന്തലിച്ച ഒരിടമാണ് ഫാത്തിമ തുരുത്ത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അവിടുത്തെ പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ച് മനസ്സിലാക്കാം. വേങ്ങമരങ്ങളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പച്ചകൾ പടർന്നു പന്തലിച്ച ഒരു സ്ഥലമാണ് തുരുത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പട്ടണത്തിലെ കാഴ്ചകൾ കണ്ട കവിക്ക് ഫാത്തിമ തുരുത്തിലെ വൈവിധ്യങ്ങൾ കണ്ണ് നിറയെ കാണണമെന്ന ആഗ്രഹമാണ് ഈ വരികളിലുള്ളത്. അത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം അല്ലേ. പട്ടണം പറന്നു കണ്ട പക്ഷിയായി ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം. അപ്പോൾ പട്ടണത്തിലെ കാഴ്ചകൾ കണ്ട കവിക്ക് ഫാത്തിമ തുരുത്തിലെ വൈവിധ്യങ്ങൾ കണ്ണ് നിറയെ കാണണമെന്ന ആഗ്രഹമാണ് ഈ വരികളിലുള്ളത്. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് വേറൊരു സാഹചര്യമാണ്. ഫാത്തിമ തുരുത്തിലെ മറ്റൊരു സാമൂഹിക ജീവിതത്തിൻ്റെ മറ്റൊരു വശമാണ് നമുക്ക് കാട്ടിത്തരുന്നത്. എന്താണ്? രോഗബാധിതർ കിടന്നലറുമാ കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ. അതായത് രോഗം ബാധിച്ച ആളുകൾ നിലവിളിച്ച് കരയാണ്, രോഗത്തിൻ്റെ വേദന സഹിക്കാൻ വയ്യാതെ. അപ്പോൾ കൂര എന്ന് പറയുന്നത് ചെറിയ വീട്. കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ, അതിന് ഒരു കൈവിളക്ക് നൽകുവാൻ എന്താണ്? ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം. സ്നേഹം കൊണ്ട് മാത്രമാണ് അവിടെയുള്ള മനുഷ്യൻ ദുരിതത്തിലും രോഗബാധ നിറഞ്ഞ അവസ്ഥയിലും പരസ്പരം ഔഷധമായി മാറുന്നത്. ഇവിടെ തുരുത്തിലെ ജനങ്ങളുടെ സാമൂഹിക ജീവിതാവസ്ഥ ആണ് സൂചിപ്പിക്കുന്നത്. രോഗബാധിതനായ മനുഷ്യൻ വേദന സഹിക്കാതെ കിടന്നലറുന്ന ഫാത്തിമ തുരുത്തിലെ കൂരകൾ കവിയെ വേദനിപ്പിക്കുകയാണ്. അപ്പോൾ ഫാത്തിമ തുരുത്തിലെ വേറൊരു മുഖമാണ് നമുക്ക് കവി വരച്ചു കാട്ടിത്തരുന്നത്. ഇനി നമുക്ക് അടുത്ത ലൈൻ നോക്കാം. ഇതാണ് ഫാത്തിമ തുരുത്ത്. കണ്ടല്ലോ, അതാ നമ്മുടെ കായലുകൾ, അഷ്ടമുടി കായലിനാൽ ചുറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു
പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ഫാത്തിമ തുരുത്ത്. ഇനി അടുത്ത ലൈൻ നോക്കാം. പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ 4 ദിക്കിലും കറുത്ത കോട്ടയായി തീക്കുടുക്കുകൾ ഉടയ്ക്കും മന്തിയിൽ ഫാത്തിമ തുരുത്തിലൊന്നു പോകണം. അപ്പോൾ എന്താണ് പറയുന്നത്? സെപ്റ്റംബറിലെ മഴ 4 ദിക്കിലും കറുത്ത കോട്ടകൾ കെട്ടി തുരുത്തിനെ ഒറ്റപ്പെടുത്തുന്നു. നമ്മൾ തുരുത്തിപ്പം കണ്ടല്ലോ. അപ്പോൾ ഈ മഴ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 ദിക്കിലും കറുത്ത കോട്ടകൾ, അതായത് അതിശക്തമായ മഴയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, തുരുത്തിനെ ഒറ്റപ്പെടുത്തുകയാണ്. ഇടിയും മിന്നലും കൊണ്ട് തുരുത്ത് ഒരു തീ കുടുക്ക പോലെ കാണപ്പെടുമ്പോൾ അതെല്ലാം കാണാൻ ഫാത്തിമ തുരുത്തിൽ സന്ധ്യാസമയത്ത് പോകാൻ കവി ആഗ്രഹിക്കുകയാണ്. ഇനി അടുത്ത എന്താണ്? പൂച്ചകൾ, അനാഥരായ നായകൾ കാത്തിരിക്കും ഈർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം. പിന്നെ എന്താണ് പറയുന്നത്? അവിടുത്തെ ജീവജാലങ്ങളെക്കുറിച്ചാണ്. പൂച്ചകൾ, നായകൾ, അവയൊക്കെ ഈ പൊന്തക്കാട്ടിനുള്ളിൽ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അതെ, രാത്രി മഞ്ഞു മാക്സിയിൽ എന്ന് പറയുന്നത് അവിടെ മഞ്ഞുകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. രാത്രി പൊന്തക്കാടുകളിൽ തണുത്ത് വിറച്ചിരിക്കുന്ന അനാഥരായ നായകളെയും പൂച്ചകളെയും നമുക്ക് ഈ വരികളിൽ കാണാം. കാഠിന്യമേറെ മഴക്കാലത്തിനും മഞ്ഞുകാലത്തിനും പിന്നാലെ തുരുത്ത് കടുത്ത വേലിനെയും നേരിടുന്നു. അത് നമുക്ക് അടുത്ത ലൈനിലുള്ള ആശയാണ്. വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും ത്യജിച്ചിറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം. അപ്പോൾ ഇവിടെ അതിശൈത്യം കഴിഞ്ഞു, മഞ്ഞുകാലം കഴിഞ്ഞു, മഴക്കാലം കഴിഞ്ഞു, ഇപ്പോഴെന്താണ്? വേനൽക്കാലമാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? വേനലിൻ്റെ മഞ്ഞുകാലത്തിന് പിന്നാലെ തുരുത്ത് കടുത്ത വേനലിനെ നേരിടുന്നു. കൂടുതൽ ജലം സൂക്ഷിച്ചു വയ്ക്കുന്ന കയ്യോന്നി ചെടികൾ പോലും ജലപാനം ഉപേക്ഷിച്ച് ഉറങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കയ്യോന്നി ചെടികളിൽ എപ്പോഴും എന്താണ്ടാവും? ഒരു ജലത്തിൻ്റെ അംശം ഉണ്ടാവും. അതുപോലും ഇല്ല അല്ലേ? കയ്യോന്നികൾ വെള്ളം കിട്ടാതെ വാടി തുടങ്ങി. പാനശീലം എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള ശീലം. ത്യജിച്ചിറങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിച്ചിറങ്ങുമ്പോൾ. കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം. കാട്ടുമുല്ലകൾ വേരുണങ്ങി വീണു, അതും കാണാൻ എന്ത് വേണം? ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം. ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞു തേനുറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണലിൽ മുഖം പതിച്ച വേവുമായി ഭാവന തുരുത്തിൽ ഒന്ന് പോകണം. ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞ് തേനുറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണലിൽ മുഖം പതിച്ച വേവുമായി ഭാവന തുരുത്തിൽ ഒന്ന് പോകണം. ഓക്കെ, അപ്പോൾ ഭൂമിയെ കെട്ടിപ്പിടിച്ചെന്നോണം നിൽക്കുന്ന കുഞ്ഞു പുല്ലുകൾ പൂക്കളിന് തേനുമായി നിൽക്കുമ്പോൾ ജീവിതത്തിൻ്റെ മുറിവുകൾ ഉണക്കാൻ ആ ഭാവന തുരുത്തിലേക്ക് പോകണമെന്ന് കവി ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചോദ്യോത്തരങ്ങൾ നോക്കാം. കവിത നല്ലവണ്ണം വായിക്കുക. ആശയങ്ങളൊക്കെ ഓരോരോ 4 ലൈൻ്റെ ആശയങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. കവിത വായിക്കാം, ആശയം കണ്ടെത്താം. ഫാത്തിമ തുരുത്തിലേക്ക് പോകുമ്പോൾ കാണാനിടയുള്ള കാഴ്ചകൾ കവി വിവരിച്ചിരിക്കുന്നത് എങ്ങനെ? രാത്രി വഞ്ചിയിൽ നിലാവ് കണ്ടും പൂക്കളോട് പൂക്കളെ തിരിക്കിയും രാക്കിളിക്ക് പാട്ട് പാടിക്കൊണ്ടും ഫാത്തിമ തുരുത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം കാണണമെന്ന് കവി ആഗ്രഹിക്കുന്നു. പായൽ മാലയിട്ട് കായലിലൂടെ കിനാവ് കണ്ട് പായുന്ന കൊപ്ലി മീനെ നിലാവിൻ്റെ വല വീശി പിടിക്കണമെന്ന് കവി ആഗ്രഹിക്കുന്നു. ഫാത്തിമ തുരുത്തിൻ്റെ മഴയുടെ മനോഹാരിത പെരുമ്പറ മുഴക്കി ചൊല്ലിയാട്ടം നടത്തുന്ന ചെടികളുടെ ചിത്രത്തിലൂടെ കവി വിവരിക്കുന്നു. ഇനി അടുത്തത്, രോഗബാധിതർ കിടന്നലറുന്ന കൂരകൾക്ക് എങ്ങനെ സമാശ്വാസം നൽകാമെന്നാണ് കവി ചിന്തിക്കുന്നത്. സ്നേഹം കൊണ്ട് മാത്രമാണ് തുരുത്തിലെ മനുഷ്യർ ദുരിതത്തിലും രോഗബാധ നിറഞ്ഞ അവസ്ഥയിലും പരസ്പരം ഔഷധമായി മാറുന്നത്. രോഗബാധിതരായ മനുഷ്യർ വേദന സഹിക്കാതെ കിടന്ന് അലറുന്ന ഫാത്തിമ തുരുത്തിലെ കൂരകൾക്ക് വെളിച്ചം പകരാൻ അവിടേക്ക് കടന്നു ചെല്ലണമെന്ന് കവി പറയുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. തുരുത്തിലെ ജനങ്ങളുടെ സാമൂഹിക ജീവിതാവസ്ഥ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ്. ജലാശയത്താൽ ചുറ്റപ്പെട്ട ഒറ്റപ്പെട്ട പ്രദേശമാണ് തുരുത്ത്. ഫാത്തിമ തുരുത്തിലെ ജനങ്ങളുടെ സാമൂഹിക ജീവിതാവസ്ഥ വ്യക്തമാക്കുന്ന വരികളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ ജീവിക്കുന്ന മനുഷ്യരും മറ്റു ജീവികളും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. രോഗബാധിതർ കിടന്നലറുമാ കൂരകൾ നൽകുവാൻ എന്ന വരികളിൽ തുരുത്തിലെ ജനങ്ങൾ നേരിടുന്ന രോഗവും ദുരിതവും വെളിവാകുന്നു.
പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ എന്ന വരിയിൽ മഴക്കാലം അതിതീവ്രമായി തുരുത്തിനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാം. തുരുത്തിലെ പൊന്തക്കാടുകൾക്കുള്ളിൽ രാത്രിയിൽ തണുത്ത് വിളിച്ചിരിക്കുന്ന നായകളും പൂച്ചകളും അനാഥത്വം പേറുന്നവരാണ്. കാഠിന്യമേറിയ മഴക്കാലത്തിനും മഞ്ഞുകാലത്തിനും പിന്നാലെ തുരുത്ത് കടുത്ത വേനലിനെയും നേരിടുന്നു. അപ്പോൾ നമ്മൾ വരികൾ ഇവിടെ പറഞ്ഞിരുന്നു. വരികൾ തുരുത്തിലെ ജനങ്ങളെ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്താൻ പറഞ്ഞിരുന്നു. ആ വരികൾ ഇതൊക്കെയാണ്. രോഗബാധിത കിടന്ന് അലറുമാ കൂരകൾ, പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ തുടങ്ങുന്ന വരികൾ, പൂച്ചകൾ, അനാഥരായ നായകൾ, വേനലിൻ്റെ മിഷ്ടി കയ്യോന്നികൾ, ഇതൊക്കെ അവിടുത്തെ സാമൂഹിക ജീവിതാവസ്ഥ വിളിച്ചോതുന്ന വരികളാണ്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ, ചർച്ച ചെയ്യാം. ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം, രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം, പൂക്കളോട് പൂക്കളെ തിരക്കണം, രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം. കവിയുടെ ഭാവനയെ വിടരുന്ന ഫാത്തിമ തുരുത്തിൻ്റെ ഭംഗി ഈ വരികളിൽ തെളിയുന്നതെങ്ങനെയെന്ന് ചർച്ച ചെയ്യുക. ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം എന്നത് കവിയുടെ വലിയ മോഹമാണ്. തുരുത്തിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി അദ്ദേഹം കേട്ടറിഞ്ഞിട്ടുണ്ടാവണം. പകലിനേക്കാൾ ഭംഗിയാണ് തുരുത്തിലെ രാത്രി കാഴ്ചകൾക്ക്. കവിക്ക് രാത്രി വഞ്ചിയിൽ കായൽ പരപ്പിലൂടെ സഞ്ചരിച്ച് നിലാവ് കാണണം, രാത്രിയുടെ സൗന്ദര്യം ആസ്വദിക്കണം. തുരുത്തിലെ മനോഹരവും വൈവിധ്യപൂർണവുമായ പൂക്കളെപ്പറ്റി പൂക്കളോട് തന്നെ ചോദിക്കണം. രാത്രിയിൽ പാടുന്ന കിളിയോടൊപ്പം ചേർന്ന് തനിക്കും പാട്ട് പാടണമെന്ന് കവി ആഗ്രഹിക്കുന്നു. ഫാത്തിമ തുരുത്തിൻ്റെ ദൃശ്യഭംഗി ഈ വരികളിൽ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഈണം കണ്ടെത്താൻ ചൊല്ലാം. കവിതയുടെ ആശയവും ഭാവവും ഉൾക്കൊള്ളുകൊണ്ട് ഉചിതമായ ഈണം കണ്ടെത്തി ഒറ്റയ്ക്കും കൂട്ടായും അവതരിപ്പിക്കുക. ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്ത് ക്ലാസ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ അത് ചെയ്യുമല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രയോഗ ഭംഗി കണ്ടെത്തി ആശയം വിശദീകരിക്കാം. പൂക്കളോട് പൂക്കളെ തിരക്കുക, പായൽമാലയിട്ട കൊപ്ലിമീൻ, ജീവിതൌഷധം നിറച്ച സ്നേഹം. ഇത്തരത്തിലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കണ്ടെത്തി അവയുടെ ഭംഗി വിശദീകരിക്കുക. പൂക്കളോട് പൂക്കളെ തിരക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂക്കൾക്ക് മാത്രമേ പൂക്കളെ പറ്റി നന്നായി അറിയുകയുള്ളൂ. അതിനാൽ തുരുത്തിലെ പൂക്കളെ പറ്റി അറിയാൻ മറ്റാരോടും ചോദിക്കേണ്ടതില്ല, പൂക്കളോട് മാത്രം അന്വേഷിച്ചാൽ മതി എന്ന് കവി പറയുന്നു. അടുത്തൊരു പ്രയോഗമാണ് പായൽമാലയിട്ട കൊപ്ലിമീൻ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പായലിനോട് ഇണങ്ങിച്ചേർന്നാണ് മീനുകൾ വസിക്കുന്നത്. പായലിൽ പുതഞ്ഞു കിടക്കുന്ന മീനിനെ പായൽമാല ഇട്ട് അണിഞ്ഞൊരുങ്ങിയ മീൻ എന്ന് കവി വിശേഷിപ്പിക്കുന്നു. അടുത്തത് ഒരു പ്രയോഗമാണ് ജീവിതൌഷധം നിറച്ച സ്നേഹം. സ്നേഹം കൊണ്ട് മാത്രമാണ് തുരുത്തിലുള്ള മനുഷ്യർ ദുരിതത്തിലും രോഗബാധ നിറഞ്ഞ അവസ്ഥയിലും പരസ്പരം ഔഷധമായി മാറുന്നത്. ഇനി അടുത്തത് തീ കുടുക്കുകൾ ഉടയ്ക്കും അന്തിയിൽ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? തകർത്ത് പെയ്യുന്ന സെപ്റ്റംബർ മാസത്തിലെ മഴമേഘങ്ങൾ തുരുത്തിൻ്റെ 4 ദിക്കിലും കറുത്ത കോട്ടകൾ കെട്ടി തുരുത്തിനെ ഒറ്റപ്പെടുത്തി. സന്ധ്യാസമയത്തെ ഇടിമുഴക്കങ്ങളുടെ ശബ്ദ തീവ്രതയും ഭയാനകതയുമാണ് തീ കുടുക്കുകൾ എന്ന പ്രയോഗത്തിലൂടെ കവി അവതരിപ്പിക്കുന്നത്. ഇനി അടുത്തത് മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തുരുത്തിലെ മഞ്ഞുകാല രാത്രിയിലെ തണുപ്പിൻ്റെ തീവ്രതയാണ് രാത്രി മഞ്ഞുകൊണ്ടുള്ള മാക്സി ധരിച്ച് വിറയ്ക്കുന്നു എന്ന പ്രയോഗത്തിൻ്റെ ആശയം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇനി അടുത്തത് കണ്ടെത്തി വിശദീകരിക്കാം. വേനലിൻ്റെ മൃഷ്ടി കയ്യോന്നികൾ പാനശീലവും ഉറങ്ങുമ്പോൾ, കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ, ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം. വേനലിൻ്റെ കാഠിന്യം ഈ വരികളിലൂടെ കവി അവതരിപ്പിച്ച് ഇരിക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുക. അതിമഴയും കാഠിന്യവും ഏറിയ മഞ്ഞുകാലവും കഴിഞ്ഞ് തുരുത്ത് കടുത്ത വേനലിനെ അഭിമുഖീകരിക്കുന്നു. കയ്യോന്നി ചെടികൾ പോലും ജലപാനം മറന്നു. വരൾച്ച മൂലം തുരുത്തിലെ കാട്ടുമുല്ലകൾ വേരു ഉണങ്ങി വീണു. ഇതിൽ നിന്നെല്ലാം ഫാത്തിമ തുരുത്തിലെ വേനലിൻ്റെ കാഠിന്യം നമുക്ക് വ്യക്തമാകുന്നു. ഇനി അടുത്തത് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ്. തുരുത്തിലെ ജീവജാലങ്ങൾ നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളോട് പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിലെ ദ്വീപ സമൂഹങ്ങളിൽ ഒന്നാണ് ഫാത്തിമ തുരുത്ത്. തുരുത്തിനെ പറ്റി മലയാളത്തിലെ പ്രശസ്തനായ കവി കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയ കവിതയാണ് ഫാത്തിമ തുരുത്ത്. കവിതയിൽ തുരുത്തിൻ്റെ ഒറ്റപ്പെട്ട സാമൂഹിക ജീവിതമാണ് ചർച്ച ചെയ്യുന്നത്. കവിതയിൽ തുരുത്തിൻ്റെ ഒറ്റപ്പെട്ട സാമൂഹിക ജീവിതമാണ് ചർച്ച ചെയ്യുന്നത്. തുരുത്തിലെ മനുഷ്യർ, അവരുടെ ജീവിതം, അവിടുത്തെ മറ്റു ജീവികൾ, തുരുത്തിലെ ചുറ്റുപാട്, ഇവയെല്ലാം ഈ കവിതയിൽ തെളിയുന്നു. തുരുത്തിലെ മനുഷ്യരെയും
മറ്റു ജീവജാലങ്ങളെയും മാറി മാറിയിരിക്കുന്ന കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ദോഷകരമായി ബാധിക്കുന്നു. വേനലിൽ കുടിക്കുന്ന ശീലം പോലും ഇല്ലാത്തതായ കയ്യോന്നി ചെടികളും വേരുണങ്ങുന്ന മുല്ലകളും വേനലിൻ്റെ കാഠിന്യം തുരുത്തിനെ ആകെ പിടികൂടി ഇരിക്കുകയാണെന്നതിൽ നിന്നും മനസ്സിലാക്കുന്നു. ഇനി അടുത്തത് നിവേദനം തയ്യാറാക്കാനാണ്. നിങ്ങളുടെ പ്രദേശം നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരികൾക്ക് നൽകാനുള്ള നിവേദനം തയ്യാറാക്കുക. അപ്പം നിവേദനം തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രേക്ഷകർ എന്നല്ല എഴുതേണ്ടത്, എഡിറ്റിംഗ് മിസ്റ്റേക്കാണ്. പ്രേക്ഷകർ ആണ്. ഈ പ്രേക്ഷ എന്ന് പറഞ്ഞാൽ കാണുന്നവർ നടത്ത കാണികൾ, ഓഡിയൻസ്. ഇത് പ്രേക്ഷകർ എന്ന് പറയുന്നത് പരാതി കൊടുക്കുന്ന ആൾ. ഓക്കെ, പ്രേക്ഷകർ, പൗരസമിതി, പൂളാടിക്കുന്ന് പഞ്ചായത്ത്. ഇനി സ്വീകർത്താവ് ആരാണ്? നമ്മൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിനാണ് കൊടുക്കുന്നത്, പൂളാടിക്കുന്ന് പഞ്ചായത്ത്. പിന്നെ നമ്മൾ എന്ത് എഴുതണം? വിഷയം എഴുതണം. എന്താണ് വിഷയം? പൂളാടിക്കുന്ന് പഞ്ചായത്തിലെ കുളങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ടി. പിന്നെ നമ്മൾ സാറിന് എഴുതാം. എന്നിട്ട് നമ്മുടെ വിഷയം എഴുതാം. എന്താ വിഷയം? പൂളാടിക്കുന്ന് പഞ്ചായത്തിലെ കുളങ്ങൾ മിക്കതും മലിനമായി കൊണ്ടിരിക്കുകയാണ്. കുളങ്ങളിൽ എല്ലാ പ്രദേശവാസികളും തങ്ങളുടെ വീടുകളിലെയും മറ്റു മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഇടമായി കണക്കാക്കുന്നു. പ്ലാസ്റ്റിക് കവറുകൾ, മിനറൽ വാട്ടർ ബോട്ടിലുകൾ തുടങ്ങിയ ഒട്ടനവധി മാലിന്യങ്ങളാണ് ദിനം പ്രതി ഇവിടെ നിക്ഷേപിക്കുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രദേശവാസികൾക്ക് ഉണ്ടാകുന്നു. അതിനാൽ ഈ പഞ്ചായത്തിലെ കുളങ്ങൾ സംരക്ഷിക്കാൻ കർശന നടപടിയെടുക്കണം എന്ന് അപേക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 2 ലൈൻ വിട്ടിട്ടാണ് എന്ന് വിശ്വസ്തയോടെ പൂളാടിക്കുന്ന് പഞ്ചായത്ത് പൗരസമിതിക്ക് വേണ്ടി അരുൺ ഒപ്പ്. പിന്നെ സാക്ഷികൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേണമെങ്കിൽ 1, 2 എന്ന് പറഞ്ഞ് സാക്ഷികളും ഒപ്പ്. ഇതാണ് നിവേദനത്തിൻ്റെ ഒരു ഫോർമാറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം. ഫാത്തിമ തുരുത്ത് എന്ന കവിത പരിചയപ്പെട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ട ചിന്തകൾ എന്തെല്ലാം? ആശയപടം പൂർത്തിയാക്കി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഫാത്തിമ തുരുത്തിലെ ജീവജാലങ്ങളെക്കുറിച്ചും അവിടുത്തെ സാമൂഹിക ജീവിതാവസ്ഥയെക്കുറിച്ചും ഒക്കെ നമുക്ക് ഇവിടെ എഴുതാം. ഇനി നമുക്ക് ആസ്വാദനക്കുറിപ്പ് ഒന്ന് നോക്കാം. കുരുവിപ്പുഴ ശ്രീകുമാർ എഴുതിയ കവിത ഫാത്തിമ തുരുത്തിൽ ഒറ്റപ്പെട്ട സാമൂഹിക ജീവിതമാണ് ചർച്ച ചെയ്യുന്നത്. തുരുത്തിലെ മനുഷ്യർ, അവരുടെ ജീവിതം, അവിടുത്തെ മറ്റു ജീവികൾ, തുരുത്തിലെ ചുറ്റുപാട്, ഇവയെല്ലാം കവിതയിൽ തെളിയുന്നു. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എന്തൊക്കെ? തുരുത്തിലെ മനുഷ്യർ, ചുറ്റുപാട്, സാമൂഹിക ജീവിതം, പിന്നെ കാലാവസ്ഥ, വേനൽക്കാലം അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ എന്നൊക്കെ ഇവിടെ എഴുതാം. ഓക്കെ, ഫാത്തിമ തുരുത്തിൽ പോയിട്ട് ഒരു രാത്രി വഞ്ചി നിലാവിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം എന്ന് കവി ആഗ്രഹിക്കുന്നു. തുരുത്തിലെ പൂക്കളെ പറ്റി അറിയാൻ മറ്റാരോടും ചോദിക്കേണ്ടതില്ലെന്നും പൂക്കളോട് മാത്രം അന്വേഷിച്ചാൽ മതിയെന്നും കവി പറയുന്നു. കായലിൻ്റെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന പായൽ മാലയിട്ട കൊപ്ലി മീനിനെ ഏറ്റവും ഭംഗിയോടെ, ഏറ്റവും ഇണക്കത്തോടെ വല വിരിച്ച് ഇണക്കിയെടുക്കുന്നത് തുരുത്തിലെ മനുഷ്യരും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള സൂക്ഷ്മബന്ധത്തെ സൂചിപ്പിക്കുന്നു. സ്നേഹം കൊണ്ട് മാത്രമാണ് അവിടെയുള്ള മനുഷ്യർ ദുരിതത്തിലും രോഗബാധ നിറഞ്ഞ അവസ്ഥയിലും പരസ്പരം ഔഷധമായി മാറുന്നത്. തകർത്തു പെയ്യുന്ന സെപ്റ്റംബർ മാസത്തിലെ മഴ 4 ദിക്കിലും കറുത്ത കോട്ടകൾ കെട്ടി തുരുത്തിനെ ഒറ്റപ്പെടുത്തുന്നു. കഠിന മഴയും കാഠിന്യം നിറഞ്ഞ മഞ്ഞുകാലവും കഴിഞ്ഞ് തുരുത്ത് കടുത്ത വേദന അഭിമുഖീകരിക്കുന്നു. വരൾച്ച മൂലം തുരുത്തിലെ കാട്ടുമുല്ലകൾ വേരുണങ്ങി വീണു. തുരുത്തിൻ്റെ ജീവിതാവസ്ഥകളെ ചിത്രീകരിച്ച കവി ഒടുവിൽ പ്രതീക്ഷയുടെ ഭാവന തുരുത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇനി കവിത പൂർത്തിയാക്കാനാണ്. നിങ്ങളുടെ ഭാവനയിലെ ഫാത്തിമ തുരുത്ത് എങ്ങനെയുള്ളതാണ്? ഇതേ താളത്തിലും ഇനത്തിലും കവിത എഴുതുക. അപ്പം നിങ്ങളൊരു കവിത എഴുതി നോക്കണം. ഇവിടെ ഒരു മാതൃകയാണ്. താരകങ്ങൾ കുഞ്ഞു കുഞ്ഞു പൂക്കളായി കായലിൻ്റെ മാറിൽ കൊഞ്ചിച്ച് കൂട്ടുകൂട്ടാൻ പാട്ടുമൂളി ഏകയായി ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം. അതേപോലെ നിങ്ങളും ഒരു 4 വരി കവിത ഉണ്ടാക്കുക. ഇനി വേറെ ഒന്ന് ഇവിടെ എന്താണ്? കാട്ടിൽ മഴ പെയ്യുന്നു, കാറ്റ് വന്ന് തോർത്തുന്നു, വെയിൽ ചിരിക്കുന്നു. അപ്പോൾ അവിടെ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അപ്പോൾ വെയിൽ വെള്ളം നീരാവിയാകുന്നു, കാറ്റ് അതിനെ കാട്ടിലെത്തിക്കുന്നു, അവിടെ നിന്ന് മഴയായി പൊഴിയുന്നു. കടലും കാറ്റും മഴയും കാടും വെയിലും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകൃതിയുള്ള പാരസ്പര്യമാണ് ഇവിടെ നാം കാണുന്നത്. മനുഷ്യരും ഇതുപോലെയാണ്. അപ്പോൾ നമ്മൾ മുഴുവൻ ആക്ടിവിറ്റീസും ഇവിടെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കണ്ട് വായിച്ച് നിങ്ങളുടേതായിട്ടുള്ള ഒരു ചോദ്യോത്തരങ്ങൾ, വിശകലനക്കുറിപ്പും പ്രതികരണക്കുറിപ്പും ഒക്കെ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, കവിത നല്ലവണ്ണം വായിച്ച് നോക്കുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. സോഷ്യൽ സയൻസിൻ്റെ ലെസൺ അനാലിസിസും അതേപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ
ചോദ്യോത്തരങ്ങളും ഫുൾ ആക്ടിവിറ്റീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.